ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് വർക്ക് കണ്ടാലോ? ഇന്ന് നമുക്ക് കേക്ക് മാത്രമല്ല, കപ്പ് കേക്കും ഡോണറ്റും ഉണ്ട്, അതേപോലെ ഒരു ഡ്രീം കേക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ ഡ്രീം കേക്കിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലെയറായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വർക്ക് നമ്മൾ എന്തായാലും ഡെലിവറീൻ്റെ കുറച്ച് സമയം മുന്നേ ആണ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഡോണറ്റും കപ്പ് കേക്കും സെറ്റാക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡോണറ്റ് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനി ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെത് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൽ നമ്മൾ ആ ചോക്ലേറ്റിൽ കളർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെൽറ്റ് ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ ഒരു പിങ്ക് ഷെയ്ഡ് അവർ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ നമ്മൾ പിങ്ക് ഷെയ്ഡൊക്കെ വെച്ച് നമ്മൾ അതിൽ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണം. പിന്നെ ഈ ഒരു ഷുഗർ ബോൾസും കൂടെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണം. അതിപ്പോൾ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതായത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കത്തില്ല. ഓക്കെ, അപ്പോൾ പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഡോണറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ഇപ്പം ഈ കപ്പ് കേക്കിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് ഡോണറ്റ് ചെയ്യാനാണ്. ഡോണറ്റ് പണിയാണ്, പക്ഷെ എന്നാലും അതിലൊരു എന്തോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് അത് ചെയ്യാൻ. അങ്ങനെ നമ്മൾ അതിൻ്റെത് ഏകദേശം തീരുമാനമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കപ്പ് കേക്ക്സിൻ്റെ ഭാഗം കൂടെ സെറ്റാക്കാം. കപ്പ് കേക്ക് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്രീമിൻ്റെ ചെറിയൊരു പണിയും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ വർക്കും അവിടെ കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പോൾ എല്ലാം പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രീമും സെയിം കളറിൽ തന്നെ അതിൽ നമ്മൾ ഈ ഒരു റോസറ്റ് നോസിൽ വെച്ചൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ കപ്പ് കേക്കും പണി കഴിയാറായി. ഇനി നെക്സ്റ്റ് നമുക്ക് കേക്കിലേക്ക് തന്നെ മടങ്ങാം. അപ്പോൾ കേക്കിൽ നമുക്ക് കളറ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറൂൺ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മെറൂൺ കിട്ടാത്തതുകൊണ്ട് ഒരു റെഡ് പോലുള്ളൊരു ഫ്ലവറാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെയാണ് നമ്മളുടെ ബ്രൈഡ് ടു ബി കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാമാനങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കിലായി ഒരു പ്രിൻ്റ് സെറ്റാക്കി വെച്ചു. ദെൻ ഫ്ലവറും കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് വരുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. ടോളാക്കി ചെയ്തതായിരുന്നു. ഈ ഓർഡർ നമ്മളെ വീട്ടിനടുത്തുള്ളൊരു കുട്ടീനെ തന്നായിരുന്നു കേട്ടോ. എൻ്റെ നഴ്സറി ജൂനിയർ ആണ് കേട്ടോ ആൾ മാരേജിന് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രൈഡ് ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ട് സെറ്റാക്കിയായിരുന്നു. അപ്പോൾ കേക്കിൽ നമ്മൾ ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും ഒക്കെ വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ്. പിന്നെ ചെറിയൊരു ടോപ്പർ, ബ്രൈഡ് ടു ബീൻ്റെ ടോപ്പറും കൂടെ വെച്ചിട്ട് ഈ ഒരു എന്താ പറയുക സ്റ്റിക്കറില്ലേ മുകളിൽ വരുന്ന ഈ ഒരു അത് ഊരിയെടുക്കാൻ നല്ലൊരു എന്താ പറയുക, പണ്ട് നമ്മൾ ഈ ഒരു സംഭവം പൊട്ടിക്കുന്നൊരു സംഭവമില്ലേ, അതേപോലുള്ളൊരു ഫീലാണ് കേട്ടോ ഇതിങ്ങനെ ഊരിയെടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ആ സംഭവമൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ആകുമ്പോൾ അതിലൊരു ഗ്ലേസിങ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ മുകളിലായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ചെറിയൊരു പണിയുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഈ ഒരു ഷുഗർ ബോൾസ് മസ്റ്റാട്ടോ എൻ്റെ കേസിൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ലുക്ക് തോന്നി. അങ്ങനെ നമ്മൾ ആ കപ്പ് കേക്കും ഡോണറ്റും എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഭാഗം ക്ലിയറാക്കി ചെയ്തു. പിന്നെയെന്ന് പറയുന്നത് ആ കപ്പ് കേക്ക് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കെന്തോ സങ്കടമായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് അതിനും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫൈനൽ പരിപാടിയാണ് ഡ്രീം കേക്കിൻ്റെ ആ ഒരു നമ്മളുടെ കൊക്കോ പൗഡറില്ലേ അതൊന്ന് ജസ്റ്റ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ദെൻ അതിൽ ആ ഒരു റൈറ്റിംഗ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കരുമല ഉപ്പും പെട്ടി അങ്ങോട്ടേക്കായിരുന്നു കേട്ടോ ഡെലിവറി ഉണ്ടായിരുന്നത്. പിന്നെയുള്ളതൊരു കേക്കാണ്. അത് നമ്മൾ 1 kg തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. ഇതൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, ഒരു ട്വിൻസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയതായിരുന്നേ. ഇത് നമ്മളെ മലയിലേക്കായിരുന്നു കേട്ടോ, പുക്കുന്നുമലയില്ലേ, നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടേക്കായിരുന്നു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു യെല്ലോ ഷെയ്ഡിലാണ് അവരുടെ ഡ്രസ്സും കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവരുടെ നെയിമും ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
റൈറ്റിങ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് ആ കളറൊന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പം അത് എല്ലോടി മാറ്റി ചെയ്യുമ്പോഴേക്കും എല്ലാം കൊളാവും. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല, അതേപോലെ തന്നെ സെറ്റാക്കി. ആദ്യം നമ്മളാ ഒരു യെല്ലോ ക്രീം കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ക്രീം കൊണ്ടൊന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കേക്കും ഏകദേശം കംപ്ലീറ്റ് ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ കേക്കിലുള്ള പോലെ തന്നെ ചെറുതായിട്ടൊരു ബീഡ്സ് വർക്ക് അല്ലെങ്കിൽ ഷുഗർ ബോൾസ് ഇതിലും ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സദാമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും ബിഗും സ്മോളായിട്ടുള്ളത് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈറ്റിങ് വല്ലതും തിരിയുന്നുണ്ടോ? ഒന്നാമത് ഏകദേശം സെയിം കളറായതുകൊണ്ട് ഒന്നും തിരിയുന്നുണ്ടായില്ലല്ലേ. ഒന്നുമില്ല, ഹാപ്പി ബർത്ത്ഡേ ടു അവർ പ്രിൻസ് അദ്വിക് ആൻഡ് അൻവിക് എന്നാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ കേക്കിൻ്റെ ലുക്കും നമ്മൾ ഷുഗർ ബോൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ചെയ്യണം. പിക്കപ്പ് ഉണ്ടായിരുന്നു, ഡെലിവറി ഉണ്ടായിരുന്നു. ഇത് നമുക്ക് പിക്കപ്പായിരുന്നു കേട്ടോ, ഈ ഒരു കേക്കും നമ്മൾ മുന്നേ ചെയ്ത യെല്ലോ കേക്കും. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ സെറ്റാക്കി ബോക്സിലൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നുള്ളൊരു കേക്ക് നമുക്ക് ഡെലിവറി ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പുംപെട്ടിയിലേക്കായിരുന്നു ഡെലിവറി കേട്ടോ, ഉപ്പുംപെട്ടി കരുമല. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അവിടെ എത്തി. ദെൻ അവിടെ കൊടുത്തു, നമ്മളിങ്ങ് പോകും. നെക്സ്റ്റ് പിക്കപ്പ് ആയിരുന്നു, അവർ വന്ന് കളക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഡേ കാണാം. ബൈ.